ഹലോ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതാരെങ്കിലും ഉണ്ടാക്കിയോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും, മേ ബി, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോൺസ് സമൂസ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു കൊഞ്ചൻ സമൂസ. പ്രോൺസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും, പക്ഷേ എങ്കിൽ കഴിച്ച അലർജിയുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമുക്കിവിടെ ദൈവം സഹായിച്ചായിരിക്കും, അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പം നമ്മൾ സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയില്ല, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. കമോൺ. നമ്മൾ ഇൻഗ്രീഡിയൻസ് മൈദ, ഉപ്പ്, ഗരം മസാല, ഓയില്, ഇത് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മുളക് അരച്ചത്. മുളക് പൊടി വേണ്ടിയിട്ട് അത് ചേർക്കാം, നമ്മൾ മുളക് അരച്ചതാണ് സാധാരണ യൂസ് ചെയ്യൽ. പിന്നെ മെയിൻ ഐറ്റം പ്രോൺസ്. പിന്നെ ഇനി വെജിറ്റബിൾ സെക്ഷൻ, വെള്ളുള്ളി, തക്കാളി, ഇത് കറിവേപ്പില, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രോൺസ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത സാധനങ്ങൾ. അപ്പോൾ ഇനി ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് മൈദ കുഴച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴക്കണേ. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടേരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. അപ്പം ഇത് സമൂസ ഷീറ്റിൻ്റെ മാവാണ് ഇപ്പോൾ കുഴച്ച് വെച്ച്. അതിനി കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് സമൂസ ഷീറ്റിൻ്റെ മാവാണ്. നിങ്ങൾക്ക് വേണ്ടിക്കൽ അത് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. നമ്മൾ പക്ഷേങ്കിൽ ഇതുവരെ സമൂസ ഷീറ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഇപ്പം റെഡിയാക്കിയ. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ്സിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. പ്രോൺസ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ കൊഞ്ചൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്, മുളക് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കിയൊരു സാധനമുണ്ട്, പെരുംജീരകപ്പൊടി, അപ്പം അതും കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഇടാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മളെ സമൂസേൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് റെഡിയാക്കാം. ലെറ്റ്സ് ഗോ. ടിഷ്യൂ. വാണ്ടൻ മാവിൻ്റെ കുളിര്, വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ്. പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കുക വേണ്ട. അപ്പോൾ ചൂടാക്കാം. ടിഷ്യൂ.
നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി അപ്പം നമ്മളെ സമൂസ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. എനിക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇപ്പോൾ ബാക്കിയാണ്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ സമൂസ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് കൂടെ വെക്കണ്ടേ? ഓക്കേ, സെറ്റ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സാധനം. അപ്പൊ നിങ്ങളും മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.